ആരാധനയുടെയും ജീവന്റെയും വിഷയം ഒന്നിച്ചു വന്നാൽ, ഏതൊക്കെയാണ്? ആരാധനയുടെയും ജീവന്റെയും വിഷയം ഒന്നിച്ചു വന്നാൽ ഇസ്ലാമിക ശരീഅത്ത് ഏതിനാണ് പ്രാധാന്യം കൊടുത്തത്? ആരാധന നിർവഹിക്കാനല്ല, ജീവൻ നിലനിർത്താനാണ്. ഉദാഹരണം, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്നു, നമുക്ക് നല്ല വിശപ്പുണ്ട്, എന്ത് ചെയ്യണം? നമസ്കാരം എന്ന് പറയുന്നത് ആരാധനയാണ്, വിശപ്പ് എന്ന് പറയുന്നത് ജീവന്റെ പ്രശ്നമാണ്. ഏതാണ് ആദ്യം പരിഹരിക്കേണ്ടത്? ഏതാണ്? പറഞ്ഞോളൂ. വിശപ്പ് പരിഹരിക്കണം, അഥവാ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, എന്നിട്ട് നമസ്കരിക്കണം. നോമ്പ് നോൽക്കണം, നോമ്പ് ആരാധനയാണ്. പക്ഷേ നോമ്പ് നോൽക്കുന്ന സന്ദർഭത്തിൽ രോഗമുണ്ടായി, എന്ത് ചെയ്യണം? നോമ്പ് ഒഴിവാക്കണം, രോഗം മാറാൻ ആവശ്യമായ മരുന്ന് കഴിക്കണം. അപ്പോൾ ഇസ്ലാം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ജീവന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ജീവന്റെയും ആരാധനയുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ നമ്മുടെ ശരീഅത്ത് പ്രാധാന്യം കൊടുത്തത് ജീവൻ നിലനിർത്താനാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് മുസ്ലിം ആകുന്നു? ഞാൻ എൻ്റെ മതം സ്വീകരിക്കുകയാണ് എങ്കിൽ എൻ്റെ ജീവന് ഇത്രയേറെ എൻ്റെ മതത്തിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഞാൻ